നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പുതിയ UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ചില സംശയങ്ങൾ ഉയരുന്നത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയാണ്. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൽ കടുത്ത നീരസത്തിലാണ് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബം എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. തനിക്ക് അത്തരത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൽ എന്തെങ്കിലും നീരസമുള്ളതായ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇപ്പോൾ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സതീശൻ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനും മകൾ മറിയ ഉമ്മനും വിട്ടുനിന്നത് ഈ അവഗണനയിലുള്ള പ്രതിഷേധ സൂചനയാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തിങ്കളാഴ്ച വൈകിട്ട് ചാണ്ടി ഉമ്മനും മാതാവ് മറിയാമ്മയും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിക്കണ്ട് പരാതി ബോധിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് പ്രത്യേക കാരണങ്ങളാലല്ലെന്ന് മകൾ മറിയ ഉമ്മൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചെങ്കിലും കുടുംബത്തിൻ്റെ ഈ അസാന്നിധ്യം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ വേദിയിൽ ചാണ്ടി ഉമ്മൻ എത്തിയതുപോലും VIP പരിഗണനകളില്ലാതെയായിരുന്നു എന്നതും ശ്രദ്ധേയമായി. സഹോദരിയുടെ പുത്രനൊപ്പം ചടങ്ങിനെത്തിയ ചാണ്ടി ഉമ്മൻ മറ്റ് നേതാക്കൾക്ക് നൽകിയ പ്രത്യേക പരിഗണനകൾ ഒഴിവാക്കി പൊതുജനത്തിനായുള്ള ഗേറ്റിലൂടെയാണ് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ സജീവമായി നിലനിന്നിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ എടുക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു. ഹൈക്കമാൻഡ് തലത്തിലും തുടക്കത്തിൽ അനുകൂല സൂചനകളാണ് ലഭിച്ചിരുന്നത്. ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കണമെന്ന ശക്തമായ നിർദ്ദേശം AK ആന്റണി തന്നെ മുമ്പ് നേതൃത്വത്തെ അറിയിച്ചിരുന്നതായാണ് സൂചന. എന്നാൽ അവസാന നിമിഷം അപ്രതീക്ഷിതമായി ചാണ്ടി ഉമ്മൻ മന്ത്രി പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു. AK ആന്റണിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട ചാണ്ടി ഉമ്മൻ വൈകാരികമായാണ് പ്രതികരിച്ചത്. ഇതൊരു സ്നേഹ സന്ദർശനം മാത്രമാണ്. ഇന്ന് ജനങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്ന് അനുഭവിച്ച സ്നേഹം വളരെ വലുതാണ്. ആർക്കും കിട്ടാത്ത ഒരു സ്ഥാനം എനിക്കിപ്പോൾ ഉണ്ട്. അത് കേരളത്തിൻ്റെ മകൻ എന്ന സ്ഥാനമാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ജനങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച അദ്ദേഹം എന്നും ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കുമെന്നും വ്യക്തമാക്കി. മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളെ ചാണ്ടി ഉമ്മൻ തള്ളിക്കളഞ്ഞു. മന്ത്രിസഭയിലേക്ക് തുടക്കം മുതൽ തന്റെ പേരുണ്ടായിരുന്നില്ലെന്നും ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്തകളാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിൽ മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനം വെറുത്തിട്ട് എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് തൻ്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ച ചാണ്ടി ഉമ്മൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പുതുപ്പള്ളിയുടെയും മന്ത്രിയെന്നും അദ്ദേഹത്തിലൂടെ പുതുപ്പള്ളിക്ക് കൃത്യമായ നീതി ലഭിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം ആദ്യമായി ഒരു UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ സത്യപ്രതിജ്ഞ സദസ്സിൽ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഇരമ്പിപ്പെയ്തു. ഉമ്മൻചാണ്ടിയുടെ പ്രിയ ശിഷ്യനായ PC വിഷ്ണുനാഥ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ എഴുന്നേറ്റപ്പോൾ സദസ്സിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തെ വികാരധീനമാക്കി. വിഷ്ണുനാഥ് സത്യപ്രതിജ്ഞ പൂർത്തിയാക്കി ഒപ്പുവെക്കുന്നതുവരെ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ഉമ്മൻചാണ്ടി നേതാവെ, 1000 അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യങ്ങളാൽ സ്റ്റേഡിയം മുഖരിതമായി. ചാണ്ടി ഉമ്മൻ വേദിയിലേക്ക് എത്തിയപ്പോഴും സമാനമായ ജനാരവമാണ് ഉയർന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിനായി പുതുപ്പള്ളി MLA നടത്തിയ വേറിട്ട യാത്ര ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കഴിഞ്ഞു. ജഗതിയിലെ വസതിയിൽ നിന്നും ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം നടന്നു വരികയായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലൊരു രംഗം നമ്മൾ സിനിമയിൽ മോഹൻലാൽ ചെയ്തതായി കണ്ടിട്ടുണ്ട്. ലൂസിഫർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം അണികൾക്കൊപ്പം മാസായി നടന്നു വരുന്ന ദൃശ്യങ്ങളോടെയാണ് സോഷ്യൽ മീഡിയയും ആരാധകരും ചാണ്ടി ഉമ്മൻ്റെ ഈ വരവിനെ ഉപമിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്രാമധ്യേ എന്തുകൊണ്ടാണ് നടന്നു പോകാൻ തീരുമാനിച്ചതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വികാരധീനനായാണ് ചാണ്ടി ഉമ്മൻ മറുപടി നൽകിയത്.
എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന സത്യപ്രതിജ്ഞയാണിത്. 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയായി. എൻ്റെ നാട്ടിലെ ജനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെ എല്ലാം കൂട്ടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നടന്നു പോകാമെന്ന് തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സൈക്കിളിലും പോസ്റ്ററുകൾ ഒട്ടിക്കാതെയും വേറിട്ട വഴി സ്വീകരിച്ച ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞാ ദിനത്തിലും ആ ശൈലി ആവർത്തിച്ചു. അർഹിച്ച മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിലും തനിക്ക് പരാതികളില്ലെന്നും മന്ത്രിസഭയിൽ അംഗമാകാതെ തന്നെ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. സത്യപ്രതിജ്ഞാ സമയത്ത് ഉയർന്നു കേട്ട തന്റെ പിതാവിന്റെ പേരിലുള്ള മുദ്രാവാക്യങ്ങൾ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നതിന് തെളിവാണെന്നും അദ്ദേഹം വിതുമ്പലോടെ പറഞ്ഞു. രാഷ്ട്രീയ പദവികളെക്കാൾ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരും ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യാപിപ്പിക്കാനാണ് ചാണ്ടി ഉമ്മന്റെ ലക്ഷ്യം. ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെയുള്ള വലിയൊരു ജനകീയ മൂവ്മെന്റ് ശക്തമാക്കും. ജനങ്ങളുടെ താഴെ തട്ടിലുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അവ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുകയും ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വിശദീകരിച്ചു. കെ ആന്റണിയുടെ വീട്ടിലെത്തിയ ചാണ്ടി ഉമ്മനെ അദ്ദേഹം ഊഷ്മളമായാണ് സ്വീകരിച്ചത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായുള്ള പതിറ്റാണ്ടുകളുടെ പഴയകാല ബന്ധങ്ങൾ ആന്റണി ഈ കൂടിക്കാഴ്ചയിൽ സ്മരിച്ചു. പ്രത്യേകിച്ച് തന്നെ 44 വയസ്സിൽ നടന്ന വിവാഹത്തിന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം നൽകിയ വലിയ പിന്തുണയും വിവാഹം നടന്ന പള്ളിയെക്കുറിച്ചും അദ്ദേഹം ഓർത്തെടുത്തു. ചാണ്ടി ഉമ്മന്റെ മാതാവ് മറിയ ഉമ്മന്റെ പ്രത്യേക ആഗ്രഹപ്രകാരമാണ് ഈ സന്ദർശനം നടത്തിയത്. ചാണ്ടി ഉമ്മൻ ആദ്യം എത്തിയതിനു ശേഷമാണ് മാതാവും ആന്റണിയുടെ വസതിയിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിന് തൊട്ടു പിന്നാലെ കെ ആന്റണിയുടെ വസതിയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എത്തിയതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം തന്നെ മാധ്യമങ്ങളുടെ വെറും സൃഷ്ടികളാണെന്നും തനിക്ക് അത്തരത്തിലൊരു സ്ഥാനമാനങ്ങൾ ലഭിച്ചില്ലെങ്കിലും എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുമെന്ന് ചാണ്ടി ഉമ്മൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഇതൊരു സ്നേഹ സന്ദർശനം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബഹിഷ്കരണമൊന്നും ആയിരിക്കില്ല ഉമ്മൻചാണ്ടിയുടെ കുടുംബം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്.